ഹലോ. അപ്പോൾ എല്ലാവരും ജൂലൈ 17 എന്ന് പറയുന്ന ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മുഹമ്മദ് സുഫിയാൻ. ഞാൻ കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 3-ാം വർഷത്തെ MBBS സ്റ്റുഡൻ്റാണ്. അപ്പോൾ നമുക്കറിയാം ജൂലൈ 17 നമ്മൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടതൊക്കെ ജൂലൈ 17 വരാൻ പോകുന്ന ആ ഒരു 3 മണിക്കൂർ നേരത്തേക്ക് വേണ്ടിയായിരുന്നു അല്ലേ? അപ്പോൾ പലതരത്തിലുള്ള ആൾക്കാർ ഈ എക്സാമിന് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അല്ലേ? ചിലർ +2 ശേഷം ഫസ്റ്റ് ചാൻസിൽ നീറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, നീറ്റ് എഴുതുന്നവർക്ക് MBBS സീറ്റ് കൊടുക്കുന്നു എന്ന് കേട്ടു, അതുകൊണ്ടൊന്ന് എഴുതി നോക്കാം എന്ന് പറഞ്ഞ് എഴുതുന്നവരുണ്ടാവാം. ചിലർ +1 +2 ഒപ്പം തന്നെ വളരെയധികം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഈ എക്സാമിന് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്ത് ഈ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടാവും. ചിലർ +2 ശേഷം 1-2 അല്ലെങ്കിൽ അതിലധികമോ വർഷമൊക്കെ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും അല്ലേ? അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈഗർലി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഈ എക്സാം എഴുതുന്നുണ്ട്. അപ്പോൾ അതിൽ എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ആൾക്കാർ ഈ വീഡിയോയും കാണുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് എന്തൊക്കെയാണ് തോന്നിയത് എന്നൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് കുറച്ച് സമയം കൊണ്ട് പറഞ്ഞിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഓക്കെ. അപ്പോൾ നമുക്കറിയാം ഇനി അങ്ങോട്ടുള്ള സമയത്ത് മെയിനായിട്ട് ഇപ്പോൾ ഏത് ടൈപ്പ് ആൾക്കാരായാലും നമ്മളിനി ശ്രദ്ധിക്കേണ്ടത്, ഇതുവരെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അതിന് തിരുത്താൻ നമുക്ക് അവസരമുണ്ടോ? ഇല്ല. പിന്നെ നമ്മുടെ മുന്നിലുള്ള സമയം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ നോക്കുക. എന്നിട്ട് ആരായാലും ഫസ്റ്റ് ചാൻസ് ആയാലും റിപ്പീറ്റ് ആയാലും റിപ്പീറ്റ് ആയാലും ആരായാലും തന്നെ എന്ത് ചെയ്യുക, ഇനി ശ്രദ്ധിക്കേണ്ടത് ഇനിയുള്ള സമയം ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ നമ്മുടെ ബെസ്റ്റ് എഫേർട്ട് തന്നെ ഇടുന്നുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. അതാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ സമയങ്ങളിൽ ഏറ്റവും അധികം വരുന്നത്, എനിക്ക് അടക്കം വന്നിരുന്നൊരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് കമ്പാരിസണാണ്. അയ്യോ അവൻ ഇത്രയും റിസൾട്ട് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് അത്രയും മാർക്കില്ല, ഇങ്ങനെ കമ്പയർ ചെയ്ത് നമ്മൾ പഠിക്കേണ്ട സമയം കൂടി നമ്മൾ വേസ്റ്റ് ആക്കും. അതിൻ്റെ ആവശ്യമില്ല മക്കളെ. നമുക്കറിയാം എല്ലാവരുടെയും അവസ്ഥ ഒരുപോലെ ആകണമെന്നില്ല അല്ലേ? പലർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഈ പ്രിപ്പറേഷൻ ടൈമിൽ വരാം. അതുപോലെ തന്നെ പല മിസ്റ്റേക്കുകളും സംഭവിച്ചിട്ടുണ്ടാവാം. മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വളരെ അപൂർവമായ കാര്യമൊന്നുമല്ല, അത് മാനസികമായ കാര്യം തന്നെ. ആർക്കും വേണ്ടി സംഭവിക്കുക. നമ്മളെന്താ ചെയ്യേണ്ടത്, ആ മിസ്റ്റേക്കിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അത് കറക്റ്റ് ചെയ്യുക അല്ലേ? നിങ്ങൾ ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന സാധനമായിരിക്കും, അത് തന്നെ ഉള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി അങ്ങോട്ടുള്ള സമയത്ത് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങൾക്കറിയാം 200ഓളം ക്വസ്റ്റ്യൻസാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓൾ ഇന്ത്യ തലത്തിൽ പല കുട്ടികൾ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. അവരൊക്കെ ഒരുപാട് പാറ്റേൺ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടാവും. ഇതിൽ മെയിനായിട്ട് നമ്മൾ കണ്ട് ശീലിച്ച അല്ലെങ്കിൽ നമ്മൾ കണ്ടുപഴകിയ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നാൽ നമുക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസും കൂടും അല്ലേ? പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇനി അങ്ങോട്ട് മാക്സിമം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫെമിലിയറൈസ് ചെയ്യുക. എസ്പെഷ്യലി ഫിസിക്സും കെമിസ്ട്രിയും പോലെ പ്രോബ്ലം ചെയ്യുന്ന ഏരിയസിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, മാക്സിമം പാറ്റേൺസ് എന്ത് ചെയ്യുക, കണ്ട് നമ്മൾ ഫെമിലിയറൈസ് ചെയ്യാൻ നോക്കുക. ഓരോ ക്വസ്റ്റ്യൻ്റെയും അപ്രോച്ച് എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി അതുപോലെ ബയോളജി മിക്കവരും എന്താ പറയുക, NCERT വായിക്കാറുണ്ട്, ഇൻ ഡെപ്തിൽ വായിക്കാറുണ്ട്, കൺസെപ്റ്റുകൾ മനസ്സിലാക്കാറുണ്ട്, ഡയഗ്രംസ് നോക്കാറുണ്ട്. പക്ഷേ പലരും എന്താ ഫിസിക്സിൻ്റെ അത്രയും അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ അത്രയും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാറില്ല. പക്ഷേ ബയോളജിയിൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നീറ്റിൽ പകുതിയോളം ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് വരുന്നത്, ബയോളജിയിൽ നിന്നാണ് വരുന്നത് അല്ലേ? തന്നെയല്ല, ഈ ബയോളജിയെ കൊണ്ട് നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്, നമുക്ക് മിനിമം സമയത്തിനുള്ളിൽ നമുക്ക് ബയോളജി എന്ത് ചെയ്യണം, ചെയ്ത് തീർക്കണം. ആ മിനിമം സമയത്തിനൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, ചെയ്യുന്നതോടൊപ്പം തന്നെ മിനിമം എറേഴ്സേ വരാവുള്ളൂ, അല്ലെങ്കിൽ എറേഴ്സ് വരാനേ പാടില്ല അല്ലേ? കാരണം പകുതിയോളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ സമയം ലാഭിക്കാൻ ചെയ്തിട്ട് കുറേ തെറ്റുകൾ വരുത്തി വെച്ചാലോ അത് നമ്മുടെ റാങ്കിനെ എന്ത് ചെയ്യും, മോശമായിട്ട് തന്നെ ബാധിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ബയോളജിയിലെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്സിൻ്റെ കെമിസ്ട്രിയുടെ അത്ര പ്രാക്ടീസ് ചെയ്തില്ല എങ്കിൽ കൂടിയും ക്വസ്റ്റ്യൻസ് ഒരിക്കലും ബയോളജിയിൽ നിന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാതിരിക്കരുത്, ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേഗം ചെയ്യുമ്പോൾ എവിടെയൊക്കെയാണ് മിസ്റ്റേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും മിസ്റ്റേക്ക് വരും. അത് നമ്മൾ എന്ത് ചെയ്യാൻ, കറക്റ്റ് ചെയ്ത് പോകണം. അതാണ് ബയോളജിയിൽ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഇമ്പോർട്ടൻസ്. നമുക്ക് മിനിമം ടൈമിനുള്ളിൽ മിനിമം എറേഴ്സോട് കൂടി എന്ത് ചെയ്യണം, ബയോളജി ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കാനുള്ളതാണ് അല്ലേ? ഇനി അടുത്ത എന്താ ശ്രദ്ധിക്കേണ്ടത്, ചിലർ പറയാറുണ്ട്, അയ്യോ സാർ ഞാൻ ഒന്നും തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഇനി ഇത്രയും ചാപ്റ്റർ പെൻഡിങ് ഉണ്ട്. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 50 ചാപ്റ്റർ പഠിക്കാനുള്ള ഒരാളെ നിങ്ങളിന്ന് സങ്കല്പിച്ച് നോക്കൂ. അയാൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് 50 ചാപ്റ്റർ പഠിക്കണോ? വേണ്ട, 49 എണ്ണം പഠിച്ചാൽ മതി. 2 എണ്ണം പഠിച്ചു കഴിഞ്ഞാലോ 48 എണ്ണം കൂടി പഠിച്ചാൽ മതി അല്ലേ? എന്ത് പെൻഡിങ് ആണെങ്കിലും നമ്മളൊന്ന് തുടങ്ങി വെച്ചാൽ മാത്രമേ അതിങ്ങനെ കുറഞ്ഞ് വരത്തുള്ളൂ അല്ലേ? അല്ലാതെ പെൻഡിങ് ഉണ്ടോ, അയ്യോ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുകയാണ് വേണ്ട. അല്ല, നിങ്ങൾക്ക് എത്രത്തോളം പെൻഡിങ് ഉണ്ടോ അതൊക്കെ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് എന്തോരം തീർക്കാൻ പറ്റുമോ അതെല്ലാം തീർക്കുക കേട്ടോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്കറിയാലോ ഏകദേശം ഒരു 96 ചാപ്റ്ററോളം നീറ്റിനുണ്ട് അല്ലേ? ഇനിയുള്ള സമയത്ത് നമുക്ക് വേണ്ടത് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതോടൊപ്പം റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മാക്സിമം ഫാസ്റ്റായിട്ട് റിവൈസ് ചെയ്യണം അല്ലേ? ഈ നീറ്റ് പോലുള്ള ഒബ്ജക്റ്റീവ് എക്സാമിൻ്റെ പ്രത്യേകത എന്താണ്,
അവർ 150 അല്ലെങ്കിൽ 200 ക്വസ്റ്റ്യൻസ് മാത്രമാണോ നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത്? അല്ല, അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 200 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ നിങ്ങളോട് പെട്ടെന്ന് ഒരു ഹെഡിങ് വന്നിട്ട് ഉദാഹരണത്തിന് ഹ്യൂമൻ ഹാർട്ട് എന്നിട്ട് ഒരു 15 മാർക്കിന് എസ്സേ എഴുതി വെക്കുക, അങ്ങനെയല്ലല്ലോ ചോദിക്കുന്നത്. ആ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ ഉണ്ട്. അപ്പോൾ ഒരു 1-2 തവണ ആ ചാപ്റ്ററിലൂടെ പോയ ആൾക്ക് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ആ ഓപ്ഷനിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ. 2 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാം. ഒന്നെങ്ങനെയാണ്, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്, ഞാൻ വായിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിലോ ബാക്കി 3 ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരത്തില്ല എങ്കിൽ പിന്നെ ഇതായിരിക്കുമല്ലോ ആൻസർ അല്ലേ. ഈ 2 മെത്തേഡും ചെയ്യണമെങ്കിൽ നമ്മളൊരു മൾട്ടിപ്പിൾ ടൈംസ് എന്താ പറയുക, നമ്മൾ വായിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററെ പറ്റി സുഖമായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതേ ഉള്ളൂ കേട്ടോ. അതൊന്ന്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി അങ്ങോട്ടുള്ള സമയം, എക്സാം അടുക്കും തോറും അല്ലേ, നമ്മുടെ ഹാർട്ട് ബീറ്റൊക്കെ ഇങ്ങനെ കൂടി വരും, ടെൻഷൻ കൂടുന്നു, നമ്മുടെ ചിന്തകളൊക്കെ നമ്മൾ വിചാരിക്കാത്ത ട്രാക്കിലൊക്കെ ചിന്നിച്ചെതിരി ഇങ്ങനെ പായുവാണ് അല്ലേ. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ. അപ്പോൾ നമ്മുടെ മൊത്തത്തിൽ നമ്മളൊന്നും എന്താ പറയുക, ചിലപ്പോൾ ഡിസോറിയൻറ്റഡോ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ ഉദ്ദേശിച്ചത് മെയിനായിട്ട് നമുക്കറിയാം, നമ്മൾ ചില സാധനങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, എടാ ഇത് ഞാൻ പെട്ടെന്ന് മറന്നുപോകും, അല്ലെങ്കിൽ മറന്നു പോകും. പക്ഷേ എന്താ പറയുക, ഞാനൊന്ന് തലേന്ന് വായിച്ചാൽ എനിക്ക് പിറ്റേ ദിവസം ചെന്ന് എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും അല്ലേ. നമ്മുടെ ഈ ഇനോർഗാനിക് കെമിസ്ട്രി, അതുപോലെ തന്നെ പോളിമർ, ബയോമോളിക്യൂള്, കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ്, ഇങ്ങനെ കുറേ ഫാക്റ്റ് വരുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ ബയോളജിയിലെ തന്നെ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് കുറേ വർഷങ്ങൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി, ഓരോ എന്താ പറയുക സ്പീഷീസ് എത്ര ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ ഇന്ന് വായിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തലേന്ന് വായിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിറ്റേ ദിവസം എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പഠിക്കുന്ന സമയം നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. ഇതെനിക്ക് എന്താ പറയുക, പെട്ടെന്ന് മറന്നു പോകാൻ കഴിയുന്നതാണോ, അല്ലെങ്കിൽ മറന്നു പോകുമോ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തലേന്നൊന്ന് നോക്കേണ്ടതാണ്. തലേന്നൊന്ന് നോക്കി ഈ സാധനം സെറ്റാണ്, എക്സാമിന് പൊളിക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, തലേന്ന് ഏതൊക്കെ പോർഷൻസ് നോക്കണം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ദയവ് ചെയ്ത് എവിടെയെങ്കിലും എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, തലേന്ന് അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഓടിച്ച് നോക്കുക. ഓക്കെ, അതൊന്ന്. 2 നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇനി പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എക്സാമിൻ്റെ എന്താ പറയുക തലേ ദിവസം കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ എടുത്ത് വെക്കുമല്ലോ. അതും പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. എങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലിസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ടിക്കിടാം. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ പലതും നമ്മൾ മറന്നുപോകും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇപ്പം എൻ്റെ മനസ്സിൽ വരുന്നത്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ റാങ്ക് എന്താ പറയുക വല്ലാണ്ട് താഴെ പോകാതിരിക്കാൻ, അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക ആവറേജ് അല്ലെങ്കിൽ ഒരു തരക്കേടില്ലാത്തൊരു റാങ്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, നമ്മൾ ഇട്ട എഫേർട്ടിൻ്റെ റാങ്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, എല്ലാവരും ശരിയാക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, തെറ്റിക്കാതിരിക്കുക അല്ലേ. എല്ലാവരും ശരിയാക്കുന്ന കാര്യങ്ങൾ നമ്മൾ തെറ്റിച്ചാൽ എന്ത് ചെയ്യും, നമ്മുടെ റാങ്ക് പിന്നെയും താഴെ പോകും. അപ്പോൾ ആദ്യം നമ്മൾ അത് ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എന്താ പറയുക മെജോറിറ്റിയും അറ്റൻഡ് ചെയ്യാത്ത, അല്ലെങ്കിൽ നല്ലപോലെ പ്രിപ്പയർ ചെയ്തൊരു മാത്രം അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് ശരിയാക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ റാങ്ക് നമ്മൾ വിചാരിച്ചതിലും ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരും ശരിയാക്കുന്ന സാധനങ്ങൾ നമ്മൾ തെറ്റിക്കാതിരിക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്കറിയാം ബയോളജിയിൽ നിന്ന് പകുതിയോളം ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതെല്ലാം NCERT ബേസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ NCERT എല്ലാം കൃത്യമായി വായിച്ചിട്ടുണ്ട്, അതിൻ്റെ ഡയഗ്രാംസ് നോക്കിയിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെക്കേണ്ട സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെയാണ് കെമിസ്ട്രിയിലെ ഇനോർഗാനിക് കെമിസ്ട്രിയും ഓർഗാനിക് കെമിസ്ട്രിയും പോളിമർ, ബയോമോളിക്യൂൾ, എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി, അതുപോലെ തന്നെ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ്, ഇതൊക്കെ നിങ്ങൾ NCERT വായിച്ചിരിക്കേണ്ട ചാപ്റ്ററാണ്. ഇതൊക്കെ മാക്സിമം NCERT അകത്തുനിന്ന് തന്നെ ചോദിക്കത്തുള്ളൂ. ഈ ചാപ്റ്ററൊക്കെ നിങ്ങൾ വായിച്ച ശേഷം പറ്റുമെങ്കിൽ നമ്മുടെ NCERT അറ്റ് യുവർ ഫിംഗർ ടിപ്സോ അതൊക്കെ ചെയ്യുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും NCERT അവിടെ മുതൽ ഇവിടം വരെ ഈ സാധനങ്ങളൊക്കെ ആയിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുക എന്നുള്ളത്. അതുപോലെ നമ്മൾ വായിക്കുന്ന സമയത്ത് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അങ്ങോട്ട് തിരിച്ചു പോകും. അതുപോലെ തലേന്ന് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ നോട്ട് ചെയ്യാൻ പറഞ്ഞല്ലോ, അതിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ചില കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂസ്, ചില ഇക്വേഷൻസ്, അല്ലെങ്കിൽ ചില കൺവേർഷൻസ്, ജൂളിനെ എങ്ങനെയാണ് ഇലക്ട്രോൺ വോൾട്ട് ആക്കുക, അല്ലെങ്കിൽ തിരിച്ചെങ്ങനെയാക്കുക. അപ്പോൾ അതുപോലെ തന്നെ ചില ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യും, ആ കോൺസ്റ്റൻ്റൊക്കെ സോൾവ് ചെയ്ത് വെക്കുമല്ലോ അല്ലേ. അപ്പോൾ ആ സാധനങ്ങൾ, അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ വെക്കണം, തലേന്ന് നോക്കാനുള്ളത് കേട്ടോ. ഇതെല്ലാം ചെയ്യുക, നിങ്ങൾ കൂളായിട്ടിരിക്കുക. നല്ലപോലെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അല്ലേ, എക്സാമിന് വേണ്ടി നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, എക്സാം എങ്ങനെയായിരിക്കും അത് തന്നെ ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും. അപ്പോൾ എല്ലാവരും ടെൻഷൻ അടിക്കാതിരിക്കുക. ഏത് ടൈപ്പ് ആൾക്കാരാണെങ്കിലും എന്ത് ചെയ്യുക, ഇനി അങ്ങോട്ടുള്ള സമയത്ത് നിങ്ങളുടെ ബെസ്റ്റ് എഫേർട്ട് തന്നെ ഇട്ടുകൊണ്ട് നമ്മുടെ മുന്നിൽ വരുന്ന എക്സാമിന് എന്ത് ചെയ്യുക, ധൈര്യമായിട്ട് ഫേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവിധ ആശംസകളും എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.